പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. എല്ലാ പൊങ്കാലകളും അങ്ങനെയാണ്. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും പൊങ്കാല ഇടുന്ന പുരുഷന്മാർ പൊങ്കാല ഇടുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ശബരിമല, സ്ത്രീകൾ മാത്രം വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം. അങ്ങനെയുള്ള ആ സമയത്ത് സ്ത്രീകൾക്ക് പൊങ്കാലയെക്കുറിച്ച് പറയാനുള്ളതിൽ കൂടുതൽ മറ്റു ആർക്കും പറയാനുണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു സ്ത്രീകളുടെ ഒരു സംഘമുണ്ട്. മുതിർന്ന തലമുറയിൽപ്പെട്ടവരാണ്. അവർക്ക് പൊങ്കാലയുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ ഒരുപാടുണ്ട്. എന്നാലും നമുക്ക് ചോദിക്കാം. ചേച്ചി വട്ടിയൂർക്കാവുന്നതാണ് അല്ലേ? എങ്ങനെയാണ് പൊങ്കാല എത്ര നാളായിട്ടിടുന്നു? ഒത്തിരി എന്ന് വെച്ചാൽ ഞാൻ ചെറിയ നാൾ തൊട്ട് ഇടുന്നുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 41 വർഷമായി. അപ്പോഴെല്ലാ വർഷവും ഒക്കുന്ന വർഷം എല്ലാം വന്നിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്താണ് വന്നിടണം. കഴിഞ്ഞ വർഷം വരെ വന്നിട്ടു. ഇപ്രാവശ്യം ഇങ്ങനെ വരണം ഇന്ന് ചിന്തയുണ്ട്. പറ്റിയില്ലെങ്കിൽ വീട്ടിലിടാം എന്നുള്ളൊരു ചിന്തയും മനസ്സിലുണ്ട്. അമ്പലത്തിൻ്റെ അടുത്ത് പൊങ്കാല ഇടുന്നതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മൾ വിചാരിക്കും ദേവിയുടെ അടുത്ത് എപ്പോഴും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ദേവിയുടെ അടുത്ത് വന്ന് ഇടണമെന്നാണ്. ദൂരെ ഇടുന്നതിനെ കാട്ടി നമുക്ക് എപ്പോഴും ചിന്ത അടുത്ത് വന്ന് ഇടണമെന്നാണ്. പിന്നെ ഇത്രയും വയസ്സായി, 70 വയസ്സാകാൻ പോകണു. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി നമ്മളെ ആരോഗ്യം എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാന്നുള്ള ഇതുകൊണ്ട് മാത്രമാണ് വീട്ടിലിടണമെന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ എത്രയായാലും ഇവിടെ തന്നെ വന്നിടും. അതാണ് ഏറ്റവും വലിയ ഇഷ്ടം. അമ്മയുടെ അനുഭവം എങ്ങനെയാണ്? ഞാനിവിടെ ആദ്യം എൻ്റെ വീട് മണക്കാടാണ്. ഞങ്ങൾ ചെറുതിലെ എൻ്റെ അമ്മയ്ക്കൊപ്പം വന്നാണ് പൊങ്കാലിടുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വരാനായിട്ടുള്ള ഒരിതാകാതെ വന്നപ്പോഴും ഞാനും അനിയത്തിയും അടുത്തുള്ള ആൾക്കാരുമായിട്ടാണ് ഞങ്ങൾ വന്ന് നടയിൽ ഇതുകൊണ്ട് ദേവി ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അവിടെയാണ് ഞങ്ങൾ പൊങ്കാലിടുന്നത്. എന്തൊക്കെയാണ് പൊങ്കാലയുടെ ഒരുക്കങ്ങൾ? പൊങ്കാലയ്ക്ക് വ്രതം എടുക്കും നേരത്തെ തന്നെ. പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൂട്ടി വയ്ക്കും. കൂട്ടി എന്നിട്ട് പുതുവസ്ത്രം എങ്ങനെയാ? പുതുവസ്ത്രം വാങ്ങിക്കും, തീർച്ചയായിട്ടും വാങ്ങിക്കും. എല്ലാ ഡ്രസ്സും പുതിയതായിട്ട് തന്നെ വാങ്ങിച്ച് വയ്ക്കാറുള്ളൂ. അതിനുവേണ്ടി നേരിയത് കൊണ്ടുവാണോ വാങ്ങിക്കുക? അല്ലാതെ അങ്ങനെയല്ല, മിക്കവാറും നേരെ സാരി ആയിരിക്കും, അല്ലെങ്കിൽ ലൈറ്റ് കോട്ടൺ സാരി. അതാണ് മിക്കവാറും. ഇവിടെ ഇതിലാരോ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഓണത്തിനേക്കാളും നല്ല ഉത്സവമാണ് ഇത്. ഇവിടുത്തെ ഓട്ടം കാണാനും എൻ്റെ മകനും ഓട്ടം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം അലങ്കാരം എല്ലാം ഓണം പോലെയാണ്. ഈ റോഡ് ഇവിടെ മാത്രമല്ല, ഈ റോഡ് അതിൻ്റെ അപ്പുറത്തെ റോഡ് എല്ലാം ഓണത്തിനേക്കാളും അത്രയും നല്ല അലങ്കാരമാണ്. രാത്രി വരണം ഇവിടെ കാണണമെങ്കിൽ. രാത്രിയിൽ വന്ന് നിങ്ങൾ ഇപ്പൊ പുതിയ തലമുറയിൽ പറയൂല, വേണ്ട, പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ അവർ പൊങ്കാല എങ്ങനെ കാണുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അവർ ഇപ്പോഴത്തെ കുട്ടികളെ നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത്. എല്ലാവർക്കും ഇടാനും ഇഷ്ടമാണ്. അവരിതുപോലെ പുതിയ വസ്ത്രം എടുക്കും, നേരത്തെ അതിനുവേണ്ടി ഒരുങ്ങും. കലമെല്ലാം വാങ്ങിക്കാനും പോകാനും ഒക്കെ അവർക്കും ഭയങ്കര താല്പര്യമാണ്. നമ്മളിപ്പോൾ വയ്യാന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയും. അങ്ങനെ വരും. എങ്ങനെയെങ്കിലും അവർക്ക് ഇടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഈ ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഒരു പ്രയാസം വരണുള്ളൂ. അല്ലാതെ എല്ലാവർക്കും പറ്റുന്നിടത്തോളം ഇടണമെന്ന് തന്നെയാണ് ആഗ്രഹം. ആരും അങ്ങനെ മാറിയിട്ട് അയ്യോ എന്തിനും പൊങ്കാല അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. അതൊരു ഭയങ്കര അവർക്കും ഒരു ഉത്സവം പോലെയാണ്. അപ്പം നമുക്ക് തന്നെ അവർ തന്നെ എടുത്തുകൊണ്ട് വരും, പുതിയ തുണിയൊക്കെ എടുത്തുകൊണ്ട് തരും, എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല കാര്യങ്ങൾ ഇപ്പോഴത്തെ പെൺകുട്ടികളുണ്ട് ഏറെക്കുറെ. പെൺകുട്ടിയൊക്കെ മാത്രമില്ല, വീട്ടിലുള്ള ആൺകുട്ടിയൊക്കെ ഇതിന് നല്ല താല്പര്യമാണ്. അവർക്ക് വരാൻ പറ്റിയില്ല പൊങ്കാലയിടാൻ. അവർ തന്നെയാണ് വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതും. അമ്മ പൊങ്കാലയിടാൻ പോകുന്നില്ലേ, പൊങ്കാലയ്ക്ക് അവർ തന്നെയാണ് ഞങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ട് പോണതും വെളുപ്പിനെ ഇവിടെ കൊണ്ടാക്കുന്നതും പൊങ്കാല കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോണതും എല്ലാം ആ മക്കൾ തന്നെയാണ്. അവർക്ക് നല്ല താല്പര്യമാണ് ഇതിന്, അമ്മേൻ്റെ അടുത്ത് വരാനും. എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ദേവിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വാചാലരാവുകയാണ്. കാരണം അത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഓരോ സ്ത്രീകൾക്കും ആറ്റുകാൽ അമ്മ എന്ന് പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ ഉത്സവത്തിൻ്റെ നാളുകളാണ്. സ്ത്രീ എത്രത്തോളം കരുത്തയാണ്, ശക്തിയാണ് എന്നൊക്കെ കാണിക്കുന്ന അമ്മയുടെ നടക്കലാണ് അവരെല്ലാവരും വരുന്നത്. ഈ പ്രായത്തിലും അവർക്കൊന്നും ക്ഷീണം അനുഭവപ്പെടാത്തതും അമ്മയുടെ കരുത്ത് സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് തന്നെ പറയാം. എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ആറ്റുകാൽ പൊങ്കാല ആശംസകൾ നേരുന്നു.